ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നെല്ലിയാമ്പതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് കൈയൊക്കെ കൊടുത്തിട്ട് ബായ് എന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇടാം, വണ്ടിയൊക്കെ എടുത്ത് സെറ്റായി നിൽക്കണം. സമയം ഇപ്പോൾ ഒരു 6:30 അങ്ങനെ ആവുന്നേ ഉണ്ടാവും. അപ്പോൾ ഇതാ ചേച്ചി, അമ്മേൻ്റെ മോളാണ് കസിൻ. അപ്പോൾ എല്ലാവരും തംസപ്പൊക്കെ കാണിച്ച് ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞ റെഡി എന്നുള്ള സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വിഷ്ണുവിൻ്റെ വണ്ടി കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ എണീറ്റിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും വണ്ടി, അനിയനും കാര്യങ്ങളെല്ലാം വണ്ടി എടുത്ത് ഞങ്ങൾ 4 വണ്ടിയിൽ 8 പേരായിട്ടാണ് പോകുന്നത്. അപ്പോൾ ചേച്ചിയൊക്കെ എന്താ ബായ് ബായ് എന്ന് പറയും. അപ്പോൾ ഞാനും ഒരു ബായൊക്കെ പറഞ്ഞ് ഹെൽമെറ്റൊക്കെ ഇട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സേഫ്റ്റി ആണല്ലോ മെയിൻ നമ്മൾ. അപ്പോൾ നമ്മളിതാ ഹെൽമെറ്റൊക്കെ ഇട്ട് പോവുകയാണ്. അപ്പോൾ ഇത് അമ്മയുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കസിൻസാണ്. ഈ പച്ചപ്പ് കാണുമ്പോൾ ഇത് അമ്മയുടെ വീട്ടിലേക്കുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതി ഭംഗി. ഇപ്പോൾ ചേച്ചീൻ്റെ നമ്മൾ ഈ സൈഡിൽ നിന്ന് നെല്ലിയാമ്പതി പോയിട്ടില്ല, അതായത് അമ്മയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ചേച്ചിക്കാണ് വഴി അറിയാം. അപ്പോൾ ഇത് നമ്മുടെ കസിൻ്റെ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ വീട് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഇങ്ങനെ പോകുമ്പോൾ പറയുകയാണിത് ഭംഗി, എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ ഏട്ടൻ കോയമ്പത്തൂരാണ്. അപ്പോൾ അവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇവിടെയാണ് നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ നെന്മാറ എത്തിയപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവന്മാർക്കും പെട്രോൾ അടിക്കണമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഹെൽമെറ്റ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാപ്പ് ഏട്ടൻ എനിക്ക് ചെറുതാക്കി തന്നു. ഞാൻ എന്താ ഹെൽമെറ്റൊക്കെ വീണ്ടും സെറ്റായി. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു ടൈമായി. അപ്പോൾ നമ്മൾ എവിടെയും നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷേ അവന്മാരാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് പോലെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിതാ ബൈക്കിൽ എത്ര സ്പീഡിൽ പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളാണെങ്കിൽ സ്പീഡ് കൂടി ഇങ്ങനെ വരാം. അപ്പോൾ എൻ്റെ മെയിനാണ് ഈ തംസപ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ അതുകൊണ്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടി, ഈ മഞ്ഞും ഈ ഒരു ഉദിച്ച് വരുന്ന സൂര്യൻ്റെ ഇതും ഇതൊക്കെ കോട എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അപ്പോൾ ഈ മലയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ വീട്ടിലൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള വെയിൽ നിങ്ങൾ അവിടെ കൊള്ളാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇത്രയും ദൂരം അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു എൻജോയ്മെൻ്റ് അല്ലേ. നമ്മൾ ഉള്ളപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ എൻജോയ് ചെയ്യും. അപ്പോൾ നമ്മളിത് പോത്തുണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നായിരുന്നു. ഫോട്ടോയും കാര്യങ്ങളും. നമ്മളിപ്പോൾ എവിടെയാ? അപ്പം നമ്മൾ അവിടെ നിന്ന് ഓടിച്ച് വന്ന് ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് നമ്മൾ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 വണ്ടി, അപ്പോൾ 4 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ 4 വണ്ടി 4 വഴിക്കാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ 2 വണ്ടി ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇതൊക്കെ കൊടുത്ത് സ്ലിപ്പ് കളയാതിരിക്കണം, തിരിച്ച് വരുമ്പോൾ സ്ലിപ്പ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിതാക്കി. അപ്പോൾ അവന്മാരെയൊക്കെ ഉണ്ട്. അവന്മാരവിടെ ഞങ്ങൾ ആദ്യം നിർത്താം. പിന്നെ നമ്മളിതാ ഈ ഡാമിൻ്റെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് മെയിൻ, വിശക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മളിതാ ആ ഡാമിൻ്റെ ഇതൊക്കെ കണ്ട് വണ്ടിയൊക്കെ എടുത്തതാ തള്ളി നിൽക്കുന്നുണ്ട്. ആ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ അതിന് മുകളിൽ കയറിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെയിൽ, അപ്പോൾ നമ്മൾ സൂര്യൻ കൂടെ ഉദിച്ച് വരുന്ന ഭംഗിയൊക്കെ കണ്ട് 2-3 ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും വണ്ടി എടുത്തു. ഈ കാടും മലയൊക്കെ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഇതൊക്കെ തന്നെ കാണാൻ തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ നെല്ലിയാമ്പതി എത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ്. നമുക്ക് അപ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ആയിരുന്നു. നമ്മൾ പോയ സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഫുള്ളും പുറത്താണല്ലോ, ട്രിപ്പാണല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ പോകാൻ അതിനോടൊരു പ്രത്യേക താല്പര്യമാണെന്ന് തന്നെ പറയാം. നമുക്ക് പോകുന്ന വഴിക്ക് കുറേ അനുഭവങ്ങൾ കിട്ടും. കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, പുതിയ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതി പോയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇനി പോകുമ്പോൾ കിട്ടുന്നത്. വേറെ ആയിരിക്കും ചിലപ്പോൾ വേറെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, പുതിയ അതിഥികളെ കാണാം. അതിഥി മീൻസ് നമുക്ക് ഈ വഴിയിലേക്ക് പോകുമ്പോൾ കാണുന്ന അവരെ എങ്ങനെയത് കണ്ട കുരങ്ങന്മാരൊക്കെ ഈ പോണ വഴിക്ക് കുറേ കാണാൻ പറ്റും. അതായത് ഇതുപോലെ കാണാം. അവർക്ക് സ്നാക്സ്, നമ്മൾ കയ്യിൽ സ്നാക്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് കുറേ അനുഭവങ്ങളാണ് നമുക്ക് ഈ ഓരോ യാത്ര നമുക്ക് തരണം തന്നെ പറയാട്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലോങ്ങൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലം. പക്ഷെ ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് പറയാനില്ലല്ലോ. വെറുതെ വണ്ടി ഓടിച്ചിട്ട്
നമ്മൾ ഇത്ര നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് കടയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറുക്കുറിയും ലൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ ഈ കാണുന്നത് ഒരു പുതിയ കപ്പിൾസ് മാരേജ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരു ഫാമിലി പാക്കേജായിട്ടാണ് വന്നത്, അമ്മ അച്ഛൻ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും തംസപ്പൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ ഇങ്ങനെ എൻജോയ് ചെയ്യും. പിന്നെ ഏട്ടനവർ വന്നിട്ടില്ല, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അവർ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, കാരണം ഉറങ്ങി എണിക്കാൻ വൈകി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. എന്താ കണ്ട ഈ എന്നിട്ട് പറയണത് കല്യാണം കഴിഞ്ഞതാ ഈ വരുന്നതാണ് ഈ വരുന്ന മുതലാണ് നമ്മുടെ ഏട്ടന്മാർ. ഇവരങ്ങോട്ട് പറപ്പിച്ചിട്ട് അങ്ങോട്ട് വന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് 6:30 ഇറങ്ങി, അവർ 7 മണിക്ക് 7:30 ഇറങ്ങിയാണ്. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരേ ടൈമിന് എത്തി രണ്ടുപേരും. നമ്മളത് വീണ്ടും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വീണ്ടും അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പം തന്നെ പറയുന്നുണ്ട് വിശക്കുന്നുണ്ട്, നല്ലപോലെ വിശക്കുന്നുണ്ട്, ഇനി നിൽക്കുന്നത് അടുത്ത ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്കായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പോണ വഴിക്ക് എല്ലാവരും പരസ്പരം ഇങ്ങോട്ട് വീഡിയോ എടുത്ത് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, സ്റ്റോറി ഇടണം, അതാണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പം നമ്മളിതാ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ നെല്ലിയാമ്പതി. നമ്മൾ ഇനിയും കഴിച്ചിട്ടില്ല, ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ എസ്റ്റേറ്റ് എന്നൊക്കെ പറയും. എസ്റ്റേറ്റ് അല്ല, നമ്മൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുക, ഈ തേയില പറിക്കുക, തേയിലൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയുള്ള കുറച്ച് ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ട് വെയിലാവാൻ തുടങ്ങി, ചൂടാവുന്നത്. പിന്നെ പാലക്കാടിൻ്റെ ചൂട് പിന്നെ പറയണ്ടല്ലോ, കരിഞ്ഞ് പൊള്ളുന്ന ചൂടാണ്. പിന്നെ ഈ കുതിര ഫേമസ് ആണ് കേട്ടോ, റിങ്കിൾസും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇവിടെ അമ്പലം ഇതൊക്കെ ഉണ്ട്, ഫുള്ളും തേയില. ഇത് വീട്ടിൻ്റെ പ്ലാന്റേഷനാണ് കേട്ടോ, ഈ ചായപ്പൊടിയിലെ അതിൻ്റെ പ്ലാന്റേഷനാണ്. അപ്പോൾ നമ്മൾ അതും കണ്ടില്ല, അത് കണ്ടില്ല എന്നുള്ളൊരു പേര് വേണ്ട. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം വാൾപ്പാറൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു ആനവണ്ടി വരുന്നുണ്ട്, ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ വാൾപ്പാറ പോയവർക്കും ഇത് ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും, കാരണം എല്ലാം ഒരുപോലെ തന്നെയാണല്ലോ. കുറേ തേയിലത്തോട്ടങ്ങളും മല, കാട്, വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഏകദേശം അപ്പോൾ ഏട്ടൻ പറയായിരുന്നു വാൾപ്പാറൻ്റെ, ഏട്ടൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് വാൾപ്പാറ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ അപ്പോൾ ഏട്ടൻ പറയണം നമുക്കിത് വാൾപ്പാറ എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം, ഇല്ല ആരും കണ്ടുപിടിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം എന്നൊക്കെ വേണ്ടി പറഞ്ഞു. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഒരുമിച്ച് പോകാൻ പറ്റില്ല, കാരണം ചെറിയ റോഡായതുകൊണ്ട് ഒറ്റ ഇതായിട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ ആ രണ്ട് വണ്ടി സംസാരിച്ചിട്ടൊക്കെ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ അധികം വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, രാവിലെ എണീറ്റ് അങ്ങോട്ട് വന്നതല്ലേ. അപ്പോൾ പല്ലൊക്കെ തേച്ച് മേലഴുകി അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പൊറോട്ടയും മുട്ടക്കറിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡിൽ നമ്മളങ്ങനെ കുറവ് വരത്തില്ല. ചേച്ചി അപ്പം മതി എന്ന് പറഞ്ഞു, അപ്പവും മുട്ടക്കറി അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ചായ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. ഇതാ ഇവരിവിടെ ഇരിക്കുകയാണ്, നമ്മളിവിടെ ഇരുന്നത്. അപ്പോൾ പൊറോട്ട വന്നു, മുട്ടക്കറി വന്നു, എല്ലാം വന്നു. ചെറിയ ഹോട്ടലായിരുന്നു, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി ഹെൽമെറ്റൊക്കെ ഇട്ട് വീണ്ടും നമ്മൾ യാത്ര അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ ന്യൂസിൽ 2 ദിവസം മുമ്പ് ന്യൂസിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടൊരിതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് പോകേണ്ടത്, വീണ്ടും ആന വണ്ടി വരാണ്ട് ഒരു ബസ് വന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് കൂടെ പോകാൻ പറ്റില്ല, അത്രയും ചെറിയ വഴികളാണ്. കാരണം അപ്പുറത്ത് കാടും ഇപ്പുറത്തെ മലയെന്ന് പറയുന്ന ഒരു ഇതാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരുപാട് ഇങ്ങോട്ട് കയറിയില്ല, പിന്നെ അവിടെ തിരിച്ച്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി എത്തിയിരിക്കുകയാണ്, ഫുള്ള് തേയിലത്തോട്ടം. യെസ് ഗായ്സ്, അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് ഇങ്ങനെ കയറാം, തേയില കാണാം ഒക്കെ തന്നെ. ഓ അതിന് പുറത്തൊരു പുതിയ കണ്ടുപിടുത്തം ഗൈസ്. ഓ ഇവിടെ ഒരു റോഡുണ്ട്, സീൻ തന്നെയാണ്. ഓ നമ്മളിവിടെ കണ്ട പോലെ ഉണ്ടല്ലോ ഇതാ നമ്മുടെ ടീംസ്. പച്ച വരുന്നുണ്ട്. പക്ഷേ സൈക്കിൾ ചോദിച്ചതൊക്കെ പരാജയമായി. നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ നടന്നു. ഇനി നമ്മൾ പോകുന്ന സീതറൗണ്ട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൈ മെയിനാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാവരും ഓരോരോ വണ്ടിയിൽ. അപ്പോൾ ഫ്രണ്ടിൽ പോകണായിട്ട് ഇങ്ങനെ കപ്പിൾസ് ഇരിക്കുന്ന പോലെ രണ്ടുപേരും അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളിങ്ങനെ പറയണത് ആ കപ്പിൾസ് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരാണെങ്കിൽ എൻ്റെ അനിയനും മനുവാണെങ്കിൽ ഭയങ്കര സ്പീഡ്, അവർ പറപ്പിച്ച് വിടണ പോലെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വണ്ടി നമ്പറൊക്കെ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ സീതറിൻ്റെ വ്യൂ പോയിൻ്റ് അപ്പോൾ അവിടേക്ക് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അനിയന്മാർ ബാക്കിലായതുകൊണ്ട് ഞങ്ങൾ അവരെയും വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ അവരും കൂടെ വന്നു. ഞങ്ങളിതാ വണ്ടി എടുത്തു. അവസാനം നമ്മളിതാ അവിടെ സീതോണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തി. വണ്ടി പാർക്കിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് 3 വണ്ടിയുണ്ട്. ഇപ്പം 3 അല്ല 2 നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ വണ്ടിയാണ്, ഈ 2 വണ്ടിയാണ് നമ്മുടെ എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ വ്യൂ പോയിന്റ് കാണണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടക്കാൻ പറ്റും. നമ്മളതങ്ങ് കയറി ഈ ഒരു മരം കണ്ടോ, അതാണ് നമ്മുടെ മെയിനായിട്ട് സീത കൊണ്ട് വരുന്നവർക്കൊക്കെ. ഇപ്പോൾ നമ്മളതാ നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ വ്യൂ പോയിന്റിലേക്ക് എത്തിയത്. ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നെല്ലിയാമ്പതി എന്ന് പേര് വിടാനുള്ള കാരണം ഇതൊരു നെല്ലിക്കന്മാരായതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. കുറേ പേരുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ. ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അവിടെ വേറെ ആ താഴെ വരെ ഇറങ്ങി തിരിച്ചു കയറുക. ഏട്ടൻ ചോദിക്കുന്നുണ്ട് എന്തേ ക്ഷീണിച്ച് വെച്ചപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ അവിടെ നിന്നൊക്കെ കയറി വണ്ടി നിർത്തി അവിടേക്ക് എത്തി. നമ്മൾ യാത്ര തിരിച്ചു വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. അപ്പോൾ ഇതുപോലെ സൺഡേ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.